എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 14. ഇന്ന് ലോക രക്തദാന ദിനമാണ്. നിങ്ങളുടെ ഒരു തുള്ളി രക്തം ഒരാൾക്ക് പുതുജീവൻ നൽകുന്നുവെങ്കിൽ രക്തദാനം എന്നത് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും മഹത്തായ പ്രവൃത്തികളിലൊന്നാണ്. രക്തം ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ. നിങ്ങളുടെ ഈ ചെറിയ പ്രവൃത്തി വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായും മനോഹരമായൊരു ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് IFM 99.7 നമ്മളാം പൂക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം RJ അഖിൽ ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്ത് RJ അഖിലുമായി ചേർന്ന് RJ ഷാ എന്ന ഞാൻ മുംബൈയിൽ വെച്ചാണ് IFM 99.7 നമ്മളാം പൂക്കാലം എന്ന ആശയം തുടങ്ങുന്നതും പ്രാവർത്തികമാക്കുന്നതും. RJ അഖിലിനെ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ ക്വിസ് ടൈം എന്ന പ്രോഗ്രാമിലൂടെ നൂറുകണക്കിന് ആളുകളെ ലൈവിൽ എത്തിക്കുകയും മികച്ച രീതിയിൽ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് പ്രിയപ്പെട്ട അഖിൽ. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അഖിലിനെ സ്നേഹമറിയിക്കുകയാണ്, അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പങ്കുവെക്കേണ്ട ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. പ്രിയപ്പെട്ട ശിവജി കൊട്ടാരക്കരയുടെ മകൾ പ്രിയദർശിനിയുടെ ജന്മദിനമാണ്. പ്രിയദർശിനിയുടെ മകൾക്ക് ശിവജിയുടെ മകൾ പ്രിയദർശിനിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രിയപ്പെട്ട നന്ദൻ കാക്കൂരിന്റെ മക്കളുടെ ജന്മദിനമാണ്. അദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുന്നു: അമ്മ മക്കൾക്ക് ഇന്ന് പിറന്നാൾ. അച്ഛൻ അകലെയാണ്, അവർ ജനിക്കാൻ കാത്തിരുന്നു. ഞാൻ ജൂണിലെ തോരാത്ത ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്. ഇവരുടെ ചിരിയും കളിയും ഒക്കെ ഞാൻ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട്. ഒന്നിൻ്റെയും തീയതികളൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല, ജന്മദിനങ്ങൾ ഓർത്തു വയ്ക്കാറില്ല. സിന്ധുവിൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയില്ല, മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എപ്പോഴേ മറന്നുപോയി. എന്നാലും അച്ഛനെ ഉപേക്ഷിക്കാതെ അവരും മക്കളെ ഉപേക്ഷിക്കാതെ ഞാനും ജീവിക്കുന്നു. 23 ഈ പ്രായത്തിൽ അച്ഛനില്ലാതെ ഒരു മകൻ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എനിക്കില്ലാത്ത അച്ഛനുണ്ട് അവർക്ക്. ചിന്നനും കണ്ണനും പൊരിവയിൽ കൊണ്ടുകൊണ്ട് അച്ഛൻ്റെ ജന്മദിനാശംസകൾ എന്ന് നന്ദൻ കാക്കൂർ ആശംസിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി ചിന്നനും കണ്ണനും IFM 99.7 നമ്മളാം പൂക്കാലവും നിറഞ്ഞ സ്നേഹത്തോടു കൂടി ജന്മദിനാശംസകൾ നേരുകയാണ്. ഒപ്പം ബിജി ഡാനിയൽ കല്ലുങ്കലിൻ്റെ ജന്മദിനമാണ്. പത്തനംതിട്ട ബിജി ഡാനിയൽ കല്ലുങ്കലിന് സ്നേഹത്തോടെ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം അനിലണ്ണൻ്റെ ജന്മദിനമാണ്, അനിൽകുമാർ കൊട്ടാരക്കര. ഒപ്പം ചിത്രകാരിയായ ലൂസി അമ്മുവിൻ്റെ ജന്മദിനമാണ്. ലൂസി അമ്മുവിനും ബിജു വെട്ടിക്കവല പ്രിയപ്പെട്ട സുഹൃത്താണ്. ബിജുവിനും സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. അപ്പം ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ IFMന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്മചേച്ചി എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി മനോഹരമായ ദിവസം ആശംസിക്കുകയാണ്. UAE നിന്ന് ലൈവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പത്മചേച്ചിക്ക്. ദിസ് ഇസ് IFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. പ്രകോപനം ശീലമാക്കിയവരെ പ്രതികരിച്ച് തോൽപ്പിക്കാനാകില്ല. അവർക്കുള്ള പ്രത്യുത്തരം പൂർണ്ണ നിശബ്ദതയും അവഗണനയുമാണ്. ഓരോരുത്തരും തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രതികരിക്കൂ. അപരിചിത മണ്ഡലങ്ങളിലെ പ്രതികരണങ്ങളിൽ കരുത്തിനേക്കാൾ പ്രധാനം ദീർഘവീക്ഷണമാണ്. ശാരീരിക ക്ഷമത കൊണ്ട് മാത്രം ആൾക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായി എന്ന് വരില്ല. അഭിനിവേശമുള്ളതിനോടും അർഹതയുള്ളതിനോടും മാത്രം പ്രതികരിക്കാൻ കഴിഞ്ഞാൽ അപ്രധാനമായവയൊക്കെ തനിയെ ഒഴിവായി പൊക്കൊള്ളും എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. മറ്റൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജൂൺ 14 ശനിയാഴ്ചയാണ്. 1200 ഇടവം 31. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ്. എൻ്റെ നക്ഷത്രം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ലോക വാർത്തകളിൽ പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ തീനാളങ്ങളാണ്. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിട്ട് ഇസ്രായേലും ഇറാനും നേർക്കുനേർ. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ടെലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായിട്ടാണ് വിവരം. ലോകവാർത്തകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതേ വാർത്തയാണ്. ഇസ്രായേൽ ഇന്നലെ പുലർച്ചെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 78 പേർ മരിച്ചതായിട്ടാണ് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജന്മദിനാശംസകൾ ഇവിടെ പത്മചേച്ചി അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട RJ അഖിലിനെ ഓർക്കുകയാണ്. കാരണം കോവിഡ് കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സമ്മേളിക്കാൻ, ഒന്നിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് മുംബൈയിലായിരുന്നു അന്നും അഖിലുണ്ടായിരുന്നത്. മുംബൈ എയർപോർട്ടിലായിരുന്നു അഖിൽ വർക്ക് ചെയ്തിരുന്നത്.
ഞാനും ഒന്ന് മുംബൈയിലായിരുന്നു. ഒരു ആദ്യത്തെ ക്വാറന്റൈൻ മുംബൈയിലായിരുന്നു ആരംഭിച്ചത്. എന്തായാലും വലിയ സന്തോഷമാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ MyFM-ലൂടെ നിങ്ങളോടൊക്കെ സംവദിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെയൊക്കെ ജന്മദിനാശംസകളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരാൻ കഴിയുന്നത് വലിയ സന്തോഷമാണ്. ഒപ്പം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ ദുരൂഹത തുടരുന്നു എന്നുള്ള ഒരു വാർത്ത തീർച്ചയായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂർ ഇലക്ഷൻ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ MyFM-ന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്തദാനത്തെക്കുറിച്ചിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ജൂൺ 14 രക്തദാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും രക്തദാനം ചെയ്യുന്നവരുടെ സേവനങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണെന്ന്. കൂടാതെ മരുവൽക്കരണ ദിനമായിട്ടും ഇന്നത്തെ ദിവസം ആചരിക്കുന്നുണ്ട്. ലോക രക്തദാന ദിനത്തിൽ രക്തം ദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാമെന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. മരുവൽക്കരണ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുഭൂമിയുടെ വിസ്തൃതി കൂടുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ജൂൺ 14 ആഘോഷിക്കുന്നത്. തീർച്ചയായും തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അവസ്ഥ ഏതുമാകട്ടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. സൂര്യപ്രകാശം എത്തും വരെ മാത്രമേ ഇരുട്ടിന് ആയുസുള്ളൂ എന്ന സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ വാക്കുകൾ നമ്മുടെ നിശബ്ദതയേക്കാൾ മികച്ചതാണെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുക എന്ന സന്ദേശത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക സെഷൻ, ഈ ഒരു ആശംസകൾ പങ്കുവയ്ക്കുന്ന മോർണിംഗ് ചിറ്റാറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. തീർച്ചയായും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അഖിലിന്, പ്രിയദർശിനി മോൾക്ക്, ബിജിക്ക്, ബിജുവിന്, അനിൽകുമാർ അണ്ണന്, ലൂസി അമ്മിണി എന്ന ചിത്രകാരിക്കും നമ്മുടെ പ്രിയപ്പെട്ട നന്ദൻ കാക്കൂരിന്റെ മക്കൾക്കും ജന്മദിനം ആശംസിച്ചുകൊണ്ട് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റ് അവസാനിക്കുന്നു. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആർജീസ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.